എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി വീണ്ടും കണ്ടപ്പോൾ. മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആണ്. വിദ്യാസാഗറിൻ്റെ, ലാലേട്ടൻ, മൊത്തത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഒരുപാട് തവണ കണ്ടതാണോ? അതെ അതെ, മുന്നേ ടി വിയിൽ കണ്ടുണ്ട്, പക്ഷെ ടി വിയിൽ കണ്ട പോലെ അല്ല. തിയേറ്ററിൽ കുറെ കൂടി മാറ്റങ്ങളുണ്ട്, കുറെ സീൻസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കാണാൻ പറ്റി. കുറച്ച് സന്തോഷം തോന്നി. കാലം തെറ്റി ഇറങ്ങിയ പടത്തിന് നമ്മുടെ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലൊരു സന്തോഷം തോന്നി. അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ മ്യൂസിക് ആയിരുന്നല്ലോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അത് നമ്മൾ ഈ ഇത്രയും വലിയ സ്ക്രീൻ, അത് ഓടി വണ്ടി തന്നെ ഇരുന്ന് കാണണം. വേറെ ഒരു സ്ക്രീനിൽ ഇരുന്ന് കണ്ടാലും അത്രയും എഫക്റ്റ് കിട്ടും. വളരെ നല്ലത്. ഒരുപാട് തവണ കണ്ട പടമല്ലേ? അല്ല, ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പണ്ട് ചെറുതിലോട്ട് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു ക്ലാസിക്കൽ സോങ്ങും ഒരു ഭയങ്കര നല്ലൊരു എന്താ പറയുക, എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കിടിലം. ഞാൻ 2000 തിയേറ്ററിൽ കണ്ടതാണ്. പക്ഷേ ഇതൊക്കെയാണ് കാലത്തിൻ്റെ കാവ്യനിധി. കാരണം അപ്പോഴും പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞ ഒരു സിനിമയാണ്. പക്ഷേ ഇന്നിപ്പോൾ തിയേറ്ററിൽ ഭയങ്കര എന്താ പറയുക, ആദ്യം എന്തോരോ മഹാനുഭാവലിന് പാട്ടിന് തന്നെ ക്ലാപ്സാണ്. അവരെല്ലാ പാട്ടും എൻജോയ് ചെയ്യുന്നു. മുഴുവൻ സിനിമ കഴിഞ്ഞ് എൻ ക്രെഡിറ്റ്സ് റോൾ ചെയ്തിട്ട് കൈയടിച്ചാണ് ഇറങ്ങി വരുന്നത്. അതൊരു കിടിലനൊരു ട്രിബ്യൂട്ടാണ്. പിന്നെ സിബി മലയിൽ ട്രിം ചെയ്തിട്ടുണ്ട്, നേരത്തെ ഉള്ള വേർഷനല്ല. ജഗതിയുടെ പോർഷൻ മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് വേണ്ടാത്ത ആക്ഷന് അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ക ട്രിമ്മിങ്. പക്ഷെ പടത്തിൻ്റെ ഫീല് ഭയങ്കരമാണ് കേട്ടോ. കാരണം 2000 വന്നപ്പോൾ തന്നെ കിടിലൻ ക്വാളിറ്റി ആയിരുന്നു പടം. പക്ഷേ ഇപ്പോൾ റീമാസ്റ്ററിങ് കൂടെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഭയങ്കരമാണ്. കിടിലം. എന്താണെന്ന് പറയുക, ഒരു അവരിങ്ങനെ ഇറക്കാൻ ആലോചിച്ചത് തന്നെ ഒരു കിടിലൻ തീരുമാനമാണ്. ഈ പടത്തിന് മുമ്പ് മണിച്ചിത്രത്തിൽ അതിൻ്റെ ട്രെയിലർ കാണിക്കും, അതും ഭയങ്കര ഇമ്പാക്റ്റാണ്. ടീസറാണ് നമ്മൾ കണ്ടത്, ട്രെയിലർ കാണിച്ചിട്ട് ഈ പടമാണ്. ഭയങ്കര ഫീലിംഗ് ആണ്. ദേവദൂതം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. ഭയങ്കര ഫീലിംഗ് ആണ്. റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ 24 വർഷത്തിന് ശേഷമുള്ള ആ ഒരു സാധനം തട്ടിക്കൂട്ടിയെടുത്ത് ചെയ്യുന്ന ചില്ലറ കാര്യമല്ല. നല്ല കുഴപ്പമില്ലാത്ത നല്ല ഇവിടെ കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ പാട്ടൊക്കെ നല്ല മറ്റേ യന്ത്രവും അല്ല, പടം കുറെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ജഗതി ശ്രീകുമാറിനെ ഈ സിനിമയിൽ കാണിക്കുന്നില്ല, എന്താണെന്നറിയാൻ പറ്റും. ജഗതി എനിക്ക് തോന്നുന്ന ലെങ്ത് ആയതുകൊണ്ട് പടം കുറെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തന്നെ. ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്ന മെയിനായിട്ട്. പിന്നെ പഴയ ആ ഒരു ജനറേഷൻ വെച്ചിട്ടുള്ള ആ ഒരു വ്യത്യാസം പടത്തിനകത്തുണ്ട്. പക്ഷേ യങ് ജനറേഷനിലുള്ള ആൾക്കാർ ഈ സിനിമ ടി വിയിലൊന്നും കണ്ടിട്ടില്ലാത്തവർക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. കാര്യം പറഞ്ഞാൽ ഇത് ചുമ്മാ പടം എടുത്തങ്ങ് റീലിട്ടങ്ങ് ഓടിക്കാനൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് നല്ല രീതിയിൽ കോടിക്കണക്കിൻ്റെ കൂടെ വർക്ക് അവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് വർത്തുമാണ്. പടം നല്ലൊരു ട്രീറ്റ് തന്നെ. അന്ന് ഈ പടത്തിൻ്റെ അണിയറക്കാർക്ക് പറ്റിയ ഒരു പിഴവാണ്. കാരണം ഈ സിനിമ അവർ എന്താണെന്ന് മാഗസിൻസിൽ പോലും ഒരു റിപ്പോർട്ട് കൊടുത്തില്ല. യഥാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ നരസിംഹത്തിൻ്റെ ഓളമായിരുന്നു. ജനുവരിയിലെ നരസിംഹം, ഡിസംബർ ക്രിസ്മസ് റിലീസായിട്ടാണ് ഈ സിനിമ വരുന്നത്. ഞാൻ അപ്പോൾ 10 പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ തിരുവനന്തപുരം അജന്തയിലാണ് ഈ പടം കാണുന്നത്. പക്ഷേ അന്ന് ഇവരൊരു ഹൊറർ സിനിമയാണെന്നൊക്കെ ഉള്ളൊരു പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരും. ആൾക്കാർ നരസിംഹമൊക്കെ കണ്ടിട്ട് സിബി മലയിൽ, മോഹൻലാൽ, രഘുനാഥ് പലേരി ഇങ്ങനെ ഒരു ഹൊറർ സിനിമ അവർ പ്രതീക്ഷിച്ചില്ല. 24 വർഷത്തിന് മുമ്പേ പടം രഞ്ജിത കണ്ട പടമാണ്. ആ പടം ഇപ്പോഴും കണ്ട ഫീലും പക്ക ഫീലും. ലാലേട്ടൻ ഫാൻസ് ഏറ്റെടുത്തില്ല അന്ന് പടം. ലാലേട്ടൻ ഫാൻസ് ആണല്ലോ മൊത്തം കണ്ടത്. ഞങ്ങളാണല്ലോ കണ്ടത്. പടം ഇപ്പം പറയാൻ കാരണം എന്താണ്? ഏതാ കാലം തെറ്റിയ പടം ഫാൻസ് ഇപ്പം പറയാൻ ആ സമയത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ നമ്മുടെ കുറ്റമാണോ? ചേട്ടൻ ഇപ്പൊ ഇഷ്ടപ്പെട്ടു. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഈ പടം. ഇത് അമൃത